എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. റിസൾട്ടും കാര്യങ്ങളെല്ലാം ഇന്നലെ വന്നു. അപ്പോൾ ഞാൻ റിസൾട്ട് വന്ന ഉടനെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് റിസൾട്ടിന് വന്നതിന് ശേഷം ശതമാനം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ വീഡിയോയിലെ സ്ക്രീനിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിന് എത്ര A+ ഉണ്ട് അതിനനുസരിച്ച് ഇതേപോലെ കൂട്ടിയാണ് നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതല്ലേ. ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ 1 A+, അവിടെ A+ ആണെങ്കിൽ നിങ്ങൾ 9 മാർക്ക് കാൽക്കുലേറ്ററിൽ ഒരു A+ന് ഒരു 9 മാർക്കാണ്. ഈ കുട്ടിക്ക് 9 A+ ആണെങ്കിൽ ഒരു B+ഉം. അപ്പോൾ ഒരു A+ന് 9, 2 A+ന് 9 9 അങ്ങനെ കൂട്ടിക്ക് പോവുക. 9 18 അങ്ങനെ കൂട്ടിങ്ങാണ്ട് നിങ്ങൾ പോവുക. A+ന് 9 മാർക്കും എക്ക് 8 മാർക്കും B+ന് 7 മാർക്കും ബിക്ക് 6 മാർക്കും C+ന് 5 മാർക്കും സിക്ക് 4 മാർക്കും D+ന് 3 മാർക്കും അങ്ങനെ നിങ്ങളുടെ ശതമാനം കാൽക്കുലേറ്റ് ചെയ്യുക. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ മനസ്സിലായിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്യാൻ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ റിസൾട്ട് എഴുതി വിട്ടാൽ മതി. അതേപോലെ നിങ്ങളുടെ ഇൻസ്റ്റൻ്റെ പേരും അതിൽ അടിയിൽ എഴുതി വിട്ടാൽ നമ്മൾ നിങ്ങളുടെ ഇൻസ്റ്റയിലേക്ക് നിങ്ങളുടെ ശതമാനം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വിട്ട് നിങ്ങളുടെ റിസൾട്ടും ഇൻസ്റ്റ ഐ ഡിയും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.